ഒരിക്കലും സൗദി അറേബ്യയുടെ ആവശ്യം ആയിരുന്നില്ല യുദ്ധം എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിച്ചിരുന്നത്. ഒരു ഫണ്ടമെന്റലിസ്റ്റ് കാഴ്ചപ്പാടുകളുള്ള ഒരു റെജീം തകരേണ്ടത് ആവശ്യമാണ് എന്ന സൗദിയുടെ ചിന്ത, അത് നേരിട്ട് സൗദിക്ക് ഇറാനെ ഭൗതികമായി ആക്രമിച്ച് കീഴടക്കാൻ തക്ക ഒരു സാഹചര്യമില്ല, അത് ന്യായവുമല്ല, അതിനൊരു ഗ്രൗണ്ടുമില്ല. ഇറാനുമായി ഭാവിയിൽ യോജിച്ച് തന്നെ പ്രവർത്തിക്കാനാണ് സൗദി അറേബ്യക്ക് താല്പര്യം. അമേരിക്കയോടും സൗദി വിലപേശുകയാണ്. തങ്ങൾ പൂർണ്ണമായി അമേരിക്കൻ ആധിപത്യത്തിൽ എക്കാലത്തും കിടന്നുകൊള്ളാം എന്ന നേർച്ചയൊന്നുമില്ല. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ഇറാൻ യുദ്ധം താൽക്കാലിക വിരാമത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് യുദ്ധം അവസാനിപ്പിക്കരുത് എന്നും ഇറാനെതിരെ സംഘർഷം തുടരണമെന്നും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടതായി ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇറാൻ സംഘർഷം പശ്ചിമേഷ്യൻ മേഖലയെ പുനർനിർമ്മിക്കുന്നതിനുള്ള നിർണായക അവസരമാണ് എന്നാണ് സൗദി അമേരിക്കയെ അറിയിച്ചത് എന്നാണ് ചില വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇറാനെ ആക്രമിക്കാൻ വ്യോമപാത വിട്ടു നൽകില്ല എന്ന് നിലപാടെടുത്ത ആദ്യത്തെ ഗൾഫ് രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. അതേ സൗദി അറേബ്യയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നിലപാട് മാറ്റി രംഗത്ത് വരുന്നത്. ഇതിന് പിന്നിലെ രാഷ്ട്രീയ കാരണങ്ങൾ എന്താണ്? എന്താകും സൗദിയെ ഇങ്ങനൊരു നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചത്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സെനാരിയോ ആണ്. യുദ്ധം എന്നത് ആരുടെ ആവശ്യം? പ്രഥമ ദൃഷ്ടിയ ഇസ്രായേലിൻ്റെ ആവശ്യമായി തോന്നാം, അമേരിക്കയുടെ ആവശ്യമായി തോന്നാം. ഒരിക്കലും സൗദി അറേബ്യയുടെ ആവശ്യം ആയിരുന്നില്ല യുദ്ധം എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ അതിനെ കുറച്ചുകൂടെ ആഴത്തിൽ, ഓൺ സെക്കൻഡ് തോട്ട്സ്, ഓൺ ഡീപ്പർ അനാലിസിസ്, ചില കാര്യങ്ങൾ പുറത്തു വരുന്നു. സൗദി അറേബ്യ വാണ്ട്സ് ടു എമർജ് ആസ് എ റീജിയണൽ ഹെഗിമൺ എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ നെഗറ്റിവിസ്റ്റായിട്ട് കാണേണ്ടതില്ല. ഏറ്റവും വലിയൊരു സ്വാധീന ഘടകമായി സൗദി അറേബ്യ അവിടെ മാറണമെങ്കിൽ സൗദിക്കുള്ളിലെ റിഫോംസ് സുഗമമായി നടക്കണം. നോക്കൂ, ആരാണ് അധികാരി? കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, MBS. അപ്പം MBSൻ്റെ പ്രത്യേകത, മുൻ രാജാവ്, തൻ്റെ മുൻഗാമികളെക്കാൾ വ്യത്യസ്തമായി ചിന്തിക്കുന്ന, ആധുനിക സൗദിയുടെ ശില്പിയായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഓരോ രാജ്യത്തെ, ഇപ്പോൾ കമാൽ അത്താതുർക്ക് തുർക്കിയെ, അല്ലെങ്കിൽ ഗാരിബാൾഡി ഇറ്റാലിയൻ സ്റ്റേറ്റ്സിനെ ഒന്ന് രൂപീകരിച്ചെടുത്തു, അല്ലെങ്കിൽ ബിസ്മാർക്ക് ജർമ്മനിയെ ഏകീകരിച്ചു എന്നൊക്കെ പറയുമ്പോൾ സൗദിയെ ഉടച്ചു വാർക്കാൻ തക്ക ഒരു വൈഭവം തനിക്കുണ്ട്. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സൗദിയുടെ ഒരു ക്ലറിക്കൽ ഘടനയാണ്. മത മേധാവികളുടെ, ഇമാമുമാർ, അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാർ, ഈ സാമുദായിക ആചാര്യന്മാർ, റിലിജിയസ് പെട്രിയാർക്കി, അതിൻ്റെ സമ്മർദ്ദം പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് തലപ്പത്ത് നിൽക്കുന്ന രാജകുമാരനുണ്ട്. അപ്പോൾ ഇത് പരസ്യമായി ഇവരെ ആരെയും തള്ളിപ്പറയാനാവില്ല, മതഘടനകളെ തള്ളിപ്പറയാനാവില്ല. അതേസമയം വളരെ ചെറിയ തോതിൽ സറ്റിൽ ചേഞ്ചസ്, സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുക, ഡ്രൈവ് ചെയ്യാൻ അനുവാദം കൊടുക്കുക, പുരുഷന്മാരുടെ സഹായമില്ല, സ്ത്രീകൾക്ക് സഞ്ചരിക്കാനുള്ള അവകാശം കൊടുക്കുക, ഒരുപാട് ചെറുതെന്ന് തോന്നാമെങ്കിലും ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാവുന്ന റിഫോംസ് കൊണ്ടുവരാൻ സൗദി ഭരണാധികാരി ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനങ്ങൾ കാണാനുമുണ്ട്. അത് മാത്രമല്ല, ഒരു ലൈൻ എന്ന് പറയുന്നൊരു സിറ്റി കൊണ്ടുവരുന്നു, നവീകരണം ഉണ്ടാക്കുന്നു. സൗദി വലിയ ഒരു എണ്ണ ഉത്പാദക രാജ്യം എന്ന ലേബലിൽ നിന്നും ഭാവിയിൽ ഒരു ഫൈനാൻഷ്യൽ ഹബ്, ബാങ്കിങ് ഹബ്, അതുമാത്രമല്ല ടൂറിസം ഹബ്ബായി മധ്യപൗരസ്യ പ്രദേശത്ത്, എ പ്ലേസ് പീപ്പിൾ വാണ്ട് ടു കം ആൻഡ് സെറ്റിൽ ഡൗൺ ഓർ ഹാങ് അറൗണ്ട്, ഇതിനുള്ള സാഹചര്യം ഒരിക്കൽ പോലും പണ്ട് ചിന്തിക്കാമായിരുന്നതല്ല സൗദി ടൂറിസം. അതിനൊക്കെയാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തിന് യുദ്ധം? അപ്പോൾ യുദ്ധം വേണ്ട എന്ന നിലപാടല്ലേ എടുക്കൂ? അല്ല, അവിടെയാണ് തെറ്റിയത്. ഇറാനിൽ നോക്കൂ, ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? പ്രസിഡന്റ് സ്ഥാനത്ത് മസൂദ് പസഷ്കിയാനാണെങ്കിലും മതഘടനകൾ, ആയത്തുള്ള IRGC, മതഘടനകൾക്ക് പ്രാധാന്യമുള്ള ഒരു സംവിധാനമാണ് ഇറാൻ്റെ ഭരണകൂടം. അപ്പോൾ അതൊരു നോമായി മാറുകയാണ്. ആ പ്രദേശത്തെ അറബി ഇസ്ലാമിക ലോകത്ത്, അറബി ലോകം മാത്രമല്ല, അറബി ഇതര ലോകമാണ് ഇറാൻ തുർക്കിയുമൊക്കെ, അവിടെ എല്ലാം മാറ്റങ്ങൾക്ക് വിസമ്മതിച്ച് നിൽക്കുന്ന ഒരു ഭരണകൂടം. അപ്പം ഇറാനിൽ വൻതോതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചാൽ അതൊരു കൊടുങ്കാറ്റായി
അതൊരു വലിയ ആദ്യം ഇളങ്കാറ്റായി പിന്നീട് വലിയ കൊടുങ്കാറ്റായി മധ്യപൗരസ്ത്യ പ്രദേശത്ത് ആകമാനം ആഞ്ഞടിക്കും. അപ്പോൾ താൻ തുടങ്ങി വെച്ച റിഫോംസ് പൂർവാധികം ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനുള്ള അന്തരീക്ഷമുണ്ടാകും. അവിടെ ഒരു വലിയ ചിന്തയുണ്ട്. അതുകൊണ്ടൊരു ഫണ്ടമെന്റലിസ്റ്റ് കാഴ്ചപ്പാടുകളുള്ള ഒരു റെജീം തകരേണ്ടത് ആവശ്യമാണ് എന്ന സൗദിയുടെ ചിന്ത. അത് നേരിട്ട് സൗദിക്ക് ഇറാനെ ഭൗതികമായി ആക്രമിച്ച് കീഴടക്കാൻ തക്ക ഒരു സാഹചര്യമില്ല. അത് ന്യായവുമല്ല, അതിനൊരു ഗ്രൗണ്ടുമില്ല. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം ഇറാന്റെ സർവനാശത്തിന്, ഇറാന്റെ ഭരണകൂടത്തിന്റെ സർവനാശം എന്നുള്ളതല്ല, ഇറാൻ ജനതയല്ല, ഇറാന്റെ ഭരണകൂടത്തിന്റെ പതനത്തിന് കാരണമാകുമെങ്കിൽ ഇറാൻ വിൽ ബി എ റിഫോംഡ് ഇറാൻ. റിഫോംഡായ ഇറാൻ ഉണ്ടാകുമ്പോൾ മറുപക്ഷത്ത് പേർഷ്യൻ ഗൾഫിന് തെക്കുള്ള ഭാഗത്ത് ഒരു മുറവിളി ഉണ്ടാകും. തങ്ങളും നവീകരിക്കപ്പെടണം, ഇതാ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ബിൻ സൽമാന് രംഗത്ത് വരാൻ കഴിയും. ഇതാണ് മുഹമ്മദ് ബിൻ സൽമാന്റെ മനസ്സിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഔപചാരികതയ്ക്ക് വേണ്ടി പറഞ്ഞു, ഒരു തന്ത്രമെന്ന നിലയിൽ പറഞ്ഞു, അമേരിക്കൻ വിമാനങ്ങൾ ഇവിടെ ഉപയോഗിക്കരുത്, ഇറാനെതിരെ ആക്രമിക്കാനുള്ള താവളമായി സൗദി മാറരുത്. ഇതെല്ലാം പറഞ്ഞു. സൗദിയും പറഞ്ഞു, UAEയും പറഞ്ഞു. അത് ഇറാനെ പിണക്കാൻ താല്പര്യമില്ല. ഇപ്പോഴും ഇറാനെ പിണക്കാൻ താല്പര്യമില്ല. ഇറാനുമായി ഭാവിയിൽ യോജിച്ച് തന്നെ പ്രവർത്തിക്കാനാണ് സൗദി അറേബ്യക്ക് താല്പര്യം. അങ്ങനെ താല്പര്യമില്ലായിരുന്നുവെങ്കിൽ എന്തിനു വേണ്ടിയാണ് ചൈനയുടെ മധ്യസ്ഥത സ്വീകരിച്ചുകൊണ്ട് 2 വർഷം മുൻപ് ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനും സൗദിയും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടത്? എന്തുകൊണ്ടാണ്? അമേരിക്കയുടെ കൺമുമ്പിൽ വെച്ചല്ലേ ഇതൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയോടും സൗദി വിലപേശുകയാണ്. തങ്ങൾ പൂർണ്ണമായി അമേരിക്കൻ ആധിപത്യത്തിൽ എക്കാലത്തും കിടന്നുകൊള്ളാം എന്ന നേർച്ചയൊന്നുമില്ല. വി ഹാവ് അവർ ഓപ്ഷൻസ്. ഞങ്ങൾക്ക് ചൈനയുമായി ബന്ധമുണ്ട്, ഞങ്ങളുടെ എണ്ണ അവർ വാങ്ങും, ഞങ്ങൾക്ക് വേണമെങ്കിൽ റഷ്യയുമായും ബന്ധമുണ്ട്. അമേരിക്കയുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം തങ്ങളുടെ നിക്ഷേപത്തിൻ്റെ നല്ല പങ്കും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടാണ്. അപ്പോൾ തങ്ങൾ അമേരിക്കൻ്റെ ഗ്രിപ്പിൽ നിന്നും പൂർണ്ണമായി മോചിതമാകില്ലെങ്കിലും ചെറിയ രീതിയിൽ മോചിതമാകാനും, എന്നാൽ ഈ യുദ്ധത്തിൽ എന്തായാലും ഇറങ്ങിത്തിരിച്ചു, തങ്ങൾ ആക്രമണ വിധേയമായി എങ്കിൽ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിച്ചിട്ട് തന്നെ കാര്യം. എന്നാൽ നിങ്ങൾ ശക്തമായി മുന്നോട്ട് പോയിക്കോളൂ, ഇറാൻ പരമാവധി പ്രഹരമേൽക്കുക, സാധിക്കുമെങ്കിൽ ഭരണ ചേഞ്ച് ഉണ്ടാവുക. ആ രീതിയിൽ യുദ്ധം നിർത്തരുത് എന്ന് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് സൗദി അറേബ്യയാണ് എന്നാണ് പൊതുവെയുള്ള നിഗമനം. സൗദി വളരെ ഉച്ചത്തിലൊന്നും ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നില്ല, അത് ഡിപ്ലോമാറ്റിക്കായി നിൽക്കുകയാണ്. ഏറ്റവും നയചാതുരിയോടെ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് മുഹമ്മദ് ബിൻ സൽമാൻ. അതുകൊണ്ട് അതാണ് സൗദി അറേബ്യ. എല്ലാവരും പലപ്പോഴും ഇറാൻ അമേരിക്ക യുദ്ധം എന്ന് പറയുമ്പോൾ മറന്നു പോകുന്നത് സൗദിയുടെ ചില ചിന്തകളാണ്. അതുകൊണ്ട് ഭാവിയിൽ ഗൾഫ് പ്രദേശമാകെ GCC മേഖലയാകമാനം ഹൈഡ്രോ കാർബണിന് ശേഷവും എണ്ണയ്ക്ക് ശേഷവും, അതായത് ക്രൂഡ് ഓയിലിന് ശേഷവും ഒരു ജീവിതമുണ്ടാകണം അറബി ലോകത്തിന്. അതിനുള്ള വഴി ഒരുക്കിയ വിഖ്യാതനായ ഒരു നേതാവായി ചരിത്രം തങ്കലിപികളിൽ തൻ്റെ നാമധേയം കുറിക്കപ്പെടുമെന്ന ആഗ്രഹത്തോടുകൂടി മുഹമ്മദ് ബിൻ സൽമാന്റെ വിശാലമായ ചിന്തയിൽ ഉരുത്തിരിയുന്ന ഒരു പദ്ധതിയാണ് നൗ മാക്സിമം സ്ട്രൈക്ക്. ഏതായാലും നനഞ്ഞിറങ്ങിയല്ലോ, കുളിച്ചു തന്നെ കയറുക. പക്ഷേ തങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് സാധിക്കണം. തങ്ങളുടെ നഗരങ്ങൾ നിരന്തരമായി ആക്രമിക്കുകയാണ്. ജിദ്ദ ആക്രമിക്കപ്പെടുന്നു, റിയാദ് ആക്രമിക്കപ്പെടുന്നു, ദമാം ആക്രമിക്കപ്പെടുന്നു. ഈ സൗദി അറേബ്യയുടെ തെക്ക് ഭാഗത്തുള്ള അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള പോർട്ടുകൾ ഉൾപ്പെടെ ചെങ്കടൽ തീരത്തെ തുറമുഖങ്ങൾ പോലും ആക്രമിക്കപ്പെടുന്നു, ആരാംകോ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ഇതെല്ലാം തങ്ങൾ സഹിക്കുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ്. അമേരിക്കയുടെ താവളം, അമേരിക്കയുടെ അന്തസ് അഭിമാനം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങൾ ഒരു പക്ഷേ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കില്ല. യു ഫൈറ്റ് ദ വാർ ആൻഡ് വിൻ. പക്ഷേ ഞങ്ങൾക്ക് ആത്യന്തികമായി മോചനം വേണം എന്നൊരു വിശാല പദ്ധതി അമേരിക്ക അത് പൂർണ്ണമായി അനുവദിച്ചു കൊടുക്കുമോ എന്നറിയില്ല. ഇറാൻ്റെ അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോകളിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു ചിന്ത ഒരിക്കൽ കൂടി പറയുന്നു. അത് ആത്മാർത്ഥമായി അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അമേരിക്ക ഇറാനെ വളയ്ക്കുകയേ ചെയ്യൂ, പൂർണ്ണമായി ഒടിക്കില്ല. എന്തുകൊണ്ടാണ്? പൂർണ്ണമായി ഇറാനെ മാട്ടക്കി ഒട്ടിച്ച് അമേരിക്ക അനുകൂല, സൗദി അനുകൂല, ഗൾഫ് അനുകൂല ഒരു ഭരണകൂടം വന്നാൽ അമേരിക്കൻ താവളങ്ങൾക്ക് ഗൾഫിൽ പ്രസക്തി ഇല്ലാതാവും. അത് അമേരിക്ക ഒരുപക്ഷെ ആഗ്രഹിക്കില്ല. അതുകൊണ്ടാണ് സൗദി പറയുന്നത്, നിങ്ങൾ പൂർണ്ണമായി അമേരിക്കയെ ഏതെങ്കിലും കാലത്ത് അവിടുന്ന് പറഞ്ഞു വിടണമെങ്കിൽ ഇറാനിലൊരു സുഹൃത്ത് ഭരണകൂടം ഉണ്ടാകണം. ഒരുപക്ഷെ ആക്രമണത്തിലൂടെ മാത്രമേ അത് സാധിക്കൂ എന്ന് സൗദി വിശ്വസിക്കുന്നത് കൊണ്ടാണ്
ഇങ്ങനെ ഒരു നിലപാടിലേക്ക് സൗദി എത്തി നിൽക്കുന്നതെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇതിന് എതിരെ ചിന്തയുള്ളവരുണ്ടാകാം, തീർച്ചയായും കമൻറ്റ് ബോക്സിലുകൾ ഇടുക. അങ്ങനെയുള്ള വിശാലമായ ചിന്തകളുണ്ട്. ഇതിങ്ങനെയാണെന്ന് സ്ഥാപിക്കാൻ കൃത്യം ഇത് ലോജിക്കാണ്. ഇതിന് മറു ലോജിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ യുദ്ധം ആരംഭിച്ച ശേഷം ഇറാൻ നടത്തിയ പ്രത്യാക്രമണ സ്വഭാവങ്ങളാകാം ഒരുപക്ഷെ സൗദിയുടെ നിലപാട് മാറ്റത്തിന് പിന്നിലെന്ന് പലരും കരുതുന്നുണ്ട്. അതാവാം ശരിയെങ്കിലും മറ്റ് ഗൾഫ് രാജ്യങ്ങൾ സൗദിയുടെ നിലപാടിനെ അംഗീകരിക്കുമോ? ഇവിടെ കുവൈറ്റ്, UAE, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും ഒരുപാട് നഷ്ടങ്ങൾ ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. GCC രാജ്യങ്ങളിലെ ഏറ്റവും പ്രമുഖമായ മുഖം സൗദിയുടെയാണ്. മറ്റ് രാജ്യങ്ങൾ താരതമ്യേന വലിപ്പക്കുറവുള്ളതും താരതമ്യേന ദുർബലവുമാണ്. സൈനികമായി ഉൾപ്പെടെ മറ്റാരുടെയെങ്കിലും സംരക്ഷണയിൽ മാത്രം നിലനിൽക്കാൻ കഴിയുന്ന സൗദി പോലും അമേരിക്കൻ ആയുധങ്ങളാണ് അവരുടെ കൈമുതൽ, അമേരിക്കൻ ടെക്നോളജിയാണ്, വാർ ഫ്രണ്ടിൽ അമേരിക്ക തന്നെയാണ് സൗദിയുടെ എല്ലാം. പക്ഷേ സൗദി കുറച്ചുകൂടി വലുതായി ചിന്തിക്കുന്നു. UAE സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റുമുട്ടലിനും അവർ തയ്യാറല്ല. ഇറാനുമായി യാതൊരു രീതിയിലുള്ള ഏറ്റുമുട്ടലും തയ്യാറല്ല. പക്ഷേ അമേരിക്കൻ താല്പര്യങ്ങൾ അവിടെ വളരെ സജീവമാണ്. സൗദിയിലുള്ളതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ UAEയിൽ അമേരിക്കൻ താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് എക്കാലത്തും അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിൻ്റെ ഭാഗമായി നിലനിൽക്കാൻ മാത്രമേ ഓയിൽ റിച്ചായ അബുദാബിയും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഫ്രീ പോർട്ടുകൾ ഉള്ള സാമ്പത്തിക സ്ഥിരാകേന്ദ്രം കൂടിയായ ദുബായിയും ഷാർജയും റാസൽ ഖൈമയും അജ്മാനും ഒക്കെ ചിന്തിക്കൂ. അത് UAEയുടെ കാര്യം. ബഹ്റൈനെ നോക്കൂ, ചെറിയ രാജ്യമാണ്. നിലനിൽക്കണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണം. മറ്റേത് രാജ്യത്തിനും പെട്ടെന്ന് കീഴടക്കാവുന്ന ഒരു കൊച്ചു ഐലൻഡാണ് ബഹ്റൈൻ. ഖത്തറിനെ നോക്കൂ, ഇപ്പോൾ ഇത് സമാധാനത്തിൻ്റെ താവളം, മധ്യ പൗരസ്ത്യ പ്രദേശത്തെ സ്വിറ്റ്സർലൻഡ് എന്ന രീതിയിലുള്ള നിഷ്പക്ഷ രാജ്യം എന്നൊക്കെ ക്ലെയിം ചെയ്യുമ്പോഴും ഈ രണ്ട് വള്ളത്തിലും കാലി ചവിട്ടുന്ന ഒരു രാജ്യമാണ് ഖത്തർ. നയതന്ത്രപരമായി ഒരു ബ്രിങ്ക്മാൻഷിപ്പ് ഇങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. അമേരിക്കയുടെ വ്യോമതാവളം അൽ ഉദൈദ് താവളമുള്ള സ്ഥലമാണ്. അങ്ങനെ പെട്ടെന്ന് അമേരിക്ക ബന്ധം ഉപേക്ഷിക്കാൻ കഴിയില്ല. അതേസമയം തന്നെ ഇറാൻ ബന്ധവും ഹിസ്ബുള്ള ബന്ധവും ഹമാസ് ബന്ധവും ഇസ്രയേലി ബന്ധവും എല്ലാം ഉള്ള ഒരു പ്രത്യേക രീതിയിൽ മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ഖത്തർ എന്നുകൂടി ഓർക്കണം. കുവൈറ്റ് മറ്റ് ഓപ്ഷൻസ് ഒന്നുമില്ല. ഇറാഖുമായി ചേർന്ന് നിൽക്കുന്ന, ഇറാനുമായി വളരെയധികം പ്രോക്സിമിറ്റിയുള്ള പേർഷ്യൻ ഗൾഫിൻ്റെ അങ്ങേ തലയ്ക്കൽ പടിഞ്ഞാറ് തലത്തിലുള്ള രാജ്യമാണ് കുവൈറ്റ് എന്നോർക്കണം. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ടാണല്ലോ ഈ GCC ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ. GCCയിലെ പ്രമുഖ രാജ്യമെന്ന നിലയിൽ സൗദി അറേബ്യ എടുക്കുന്ന നിലപാടിനോട് ഒത്തുചേർന്ന് നിൽക്കാൻ എക്കാലത്തും GCC രാജ്യങ്ങൾ തയ്യാറായിട്ടുണ്ട്. കാരണം സൗദിയുടെ മേധാവിത്വത്തെ വിത്തിൻ ദ റീജിയൻ സൗദി മേധാവിത്വത്തെ അവർ അംഗീകരിച്ചു. പക്ഷേ സൗദി അറേബ്യയ്ക്ക് മാത്രമായി ചില പ്രശ്നങ്ങളുണ്ട്. അത് ഒന്ന് ഇറാനുമായുള്ള പ്രശ്നമാണ്. അതൊരു ഭൂപ്രളമ തർക്കമാണ്. ആ ഇസ്ലാമിക ലോകത്തെ, ആ പ്രദേശത്തെ, പേർഷ്യൻ ഗൾഫിന് വടക്കും തെക്കുമായി സ്ഥിതി ചെയ്യുന്ന ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചരിത്രപരമായുള്ള അറബി ലോകത്തിൻ്റെ പ്രതിനിധിയായി സൗദി അറേബ്യയും നോൺ അറബി ലോകത്തിൻ്റെ, അത് പേർഷ്യൻ പിന്തുടർച്ചക്കാരായ ഇറാനും എക്കാലത്തും ശത്രുതയിൽ തന്നെയായിരുന്നു. അപ്പോൾ അത് പരമ്പരാഗതമായ ആ ഒരു പൊളിറ്റിക്കൽ ഡിഫറൻസ് ആ DNA തന്നെ ഉള്ളതാണ്. പക്ഷെ മറ്റ് രാജ്യങ്ങൾ കുറച്ചുകൂടി പ്രായോഗികവാദികളാണ്. അവർക്ക് ആരെയും പിണക്കാതെ മുന്നോട്ട് പോകണം. ഒരു നിലപാടെടുത്ത് ഇറാനെ വെറുപ്പിക്കാനൊന്നും ബഹ്റൈനോ ഖത്തറോ UAE ഒന്നും തയ്യാറാവില്ല. ഇപ്പോൾ UAE ഒക്കെ ഇറാൻ കഠിനമായി ആക്രമിച്ചപ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. ഇറാനെതിരെ ഒരു കമാന്നൊരക്ഷരം മിണ്ടാത്ത രാജ്യമാണ് UAE. പക്ഷേ ആക്രമണത്തിൻ്റെ സിംഹഭാഗവും ഏറ്റുവാങ്ങേണ്ടി വന്ന് UAE ആണ്. കാരണം ഇറാൻ അറിയാം, അമേരിക്കയ്ക്ക് ഏറ്റവും വേദനിക്കുന്നത് UAE ആക്രമിക്കുമ്പോഴാണ്. കാരണം അമേരിക്കയുടെ ഒരുപാട് താല്പര്യങ്ങൾ, ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അവിടെയുണ്ട്. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ ഏകോപനത്തോടെ പോകണമെന്നാണ് പൊതുവെ ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും സൗദി ഹാസ് നൗ ടേക്കൺ ദ ലീഡ്. മറ്റ് രാജ്യങ്ങൾ സൗദി സ്കീമിനോടൊപ്പം ഉണ്ടാകുമോ? അമേരിക്കയെ ആത്യന്തികമായ പ്രദേശത്തു നിന്നും അമേരിക്കയുടെ എക്സ്പോഷർ, അമേരിക്ക പടി അടച്ച് പിണ്ടം വെക്കാനാവില്ല. നമ്മൾ പ്രായോഗികമായി ചിന്തിക്കൂ, പൂർണ്ണമായി അമേരിക്ക ഇവിടുന്ന് പറഞ്ഞു വിടാനാവില്ല. അമേരിക്കൻ എക്സ്പോഷർ കുറച്ചു കൊണ്ടുവരാനുള്ള സൗദിയുടെ ആത്യന്തികമായ ചിന്തയ്ക്ക് അനുരൂപമായ രീതിയിൽ മറ്റ് രാജ്യങ്ങൾ നിൽക്കുമോ? അതോ അമേരിക്കയുടെ സുരക്ഷ എന്ന എത്ര സന്തോഷം, എത്ര സമാധാനം എന്ന സുരക്ഷാ പാരഡൈമിൽ തുടരാനാണോ ഗൾഫ് രാജ്യങ്ങൾക്ക് താല്പര്യം? അത് ഇനിയുള്ള ദിവസങ്ങളിൽ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്ന് അങ്ങനെയാവാനാണ് സാധ്യത. പക്ഷെ ഒരിക്കലും കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റിൽ പോവില്ല. കാരണം ഈ സൗദിക്ക് തീർച്ചയായും ഹൂതികളെ നേരിടേണ്ടതുണ്ട്. അപ്പം ഇറാനെ മെരുക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഇറാൻ മെരുകിയെങ്കിൽ മാത്രമേ
ഹൂതികൾ സൗദിയുടെ തെക്കുള്ള യമനിൻ്റെ ഒരു ഭാഗം കൺട്രോൾ ചെയ്യുന്നത് ഈ പ്രവാചക പരമ്പരയിൽപ്പെട്ട ആളുകൾ എന്നുകൂടി അഭിമാനിക്കുന്ന ഹൂതികളാണ്. അവർ ഷിയ വംശജരാണ്, ഒരു ട്രൈബാണ് ഹൂതി ട്രൈബ്സ്. അവർ നിരന്തരം തെക്ക് ഭാഗത്ത് സൗദിയുടെ എണ്ണപ്പാടങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ സൗദിയുടെ സുരക്ഷയ്ക്ക് വലിയൊരു ഭീഷണിയാകും. അതുകൊണ്ട് ഇറാൻ ഒതുക്കപ്പെടേണ്ടത് ഈ ചെങ്കടൽ മേഖലയുടെ കൂടി ഒരു താല്പര്യമാണ്. സൗദി അറേബ്യക്ക് മാത്രമാണ് ചെങ്കടലിൽ താല്പര്യം. UAEക്ക് ചെങ്കടൽ എന്ത് സംഭവിച്ചാലും വലിയ താല്പര്യമില്ല. അല്ലെങ്കിൽ ബഹ്റൈനോ ഖത്തറിനോ അതൊക്കെ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളാണ്. പക്ഷേ സൗദി അറേബ്യ പേർഷ്യൻ ഗൾഫ് രാജ്യം മാത്രമല്ല, ചെങ്കടൽ മേഖലയിലാണ് സൗദിയുടെ പകുതി സ്ഥലങ്ങളും. അതുകൊണ്ട് ചെങ്കടലും പേർഷ്യൻ ഗൾഫും ഒരുപോലെ സുഗമമാകണമെങ്കിൽ ചെങ്കടൽ മേഖലയിലുള്ള ഇറാന്റെ സ്വാധീനം ഹൂതികളിലൂടെ ബാബ് എൽ മന്ദേബ് ചെങ്കടലിലേക്കുള്ള പ്രവേശനവാതിൽ കൺട്രോൾ ചെയ്യുന്നത് പലപ്പോഴും ഹൂതികളാണ്. അതുകൂടി ഒരു കോംപ്രഹെൻസീവ് പദ്ധതിയുടെ ഭാഗമായി അതുകൂടി സെറ്റിൽ ചെയ്യേണ്ട ആവശ്യം സൗദിക്കുണ്ട്. മറ്റ് രാജ്യങ്ങൾക്ക് പേർഷ്യൻ ഗൾഫ് നാവികകളായാൽ മാത്രം മതിയാകും. അതുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ സമാനമാണെന്ന് പറയുമ്പോഴും സൗദിക്ക് ലേശം കൂടുതൽ സ്റ്റേക്ക് ഉണ്ട് അവിടുത്തെ സമാധാന പ്രക്രിയയിൽ എന്നുകൂടി കാണാം.